വീട് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വീടിന്റെ മുകളെല്ലാം മൊത്തം എടുത്തുപോയി. 3 വീടുണ്ട് ഞങ്ങളുടെ വീടിന്റെ മുകളിൽ. സംഭവം എന്ന് പറയാം എങ്ങനെയായതെന്ന്. ഒരു 11:30 ആയപ്പോഴത്തേനും ഒരു കാറ്റാണ് വന്നത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ കാറ്റ് വീശിയപ്പോൾ ഇത് മരങ്ങൾ ഓടിക്കുന്ന കാറ്റല്ല വീശിയത്. അതായത് ചുഴലി പോണക്ക് ഒരു കാറ്റാണ് ആദ്യം വീശിയത്. അത് ഒരു അരമണിക്കൂർ വീശി കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് ഒരു 10-15 മിനിറ്റ്, ഏകദേശം ഒരു 12:15 12:30 ആയപ്പോൾ ഈ ബുള്ളറ്റ് റേസ് വരുന്ന കണക്ക് സൗണ്ട് കേട്ടു. അന്ന് കറണ്ടില്ല ആർക്കും. എന്നാൽ ഞങ്ങൾ കുറച്ച് പേരെല്ലാം കിടന്നിരുന്നു. അന്നേരം ഈ ബുള്ളറ്റ് റേസ് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എന്നാ ചെയ്തു, ഞങ്ങളെല്ലാവരും എഴുന്നേറ്റു. ഞങ്ങളുടെ അയൽവക്കക്കാരും എല്ലാവരും എഴുന്നേറ്റു. ഞങ്ങൾ നോക്കുമ്പോൾ ഈ ചീളിന്ന് പറയാം ഞങ്ങളിവിടെ, തോടെന്നൊക്കെ പല നാട്ടിൽ. അവരെന്നെ ഇത് എല്ലാവരും തോട്ടിലോട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ഒരു ഉരുള് പോകുന്ന കണ്ടു. അന്നേരം ഞങ്ങൾക്ക് ഇവിടെ വെലങ്ങാട് ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, എല്ലാവർക്കും ഇടാവുന്ന. ആ ചാനലിൽ ഞങ്ങൾ ഇങ്ങനെ മെസ്സേജ് ഇട്ടു. ചാനൽ ഏതായാലും മഴ കാരണമാണെന്ന് തോന്നുന്നു അവർ തുറന്നായിരുന്നു. മറ്റേ ഒരാൾക്കല്ലേ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു. അന്നേരത്തേനും എല്ലാവരും ഇത് കണ്ടു. ആദ്യത്തെ ഉരുളിനെ എല്ലാവരും കണ്ടു. പിന്നെ ഞങ്ങൾ എന്നെ ചെയ്തു, അതായത് താഴെ പുഴേന്റെ സൈഡ് തൊട്ട് മോളി വരെ ഒരു 40 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. താഴെ തൊട്ട് ഈ 2 ചീളീന്റെ അപ്പുറത്തെ സൈഡും എല്ലാം കൂടെ. അന്നേരത്തേന് ഏറ്റവും മോളിൽ തൊട്ട് ഞങ്ങൾ ഫോൺ വിളിച്ചു. അല്ലാത്തവർ മെസ്സേജ് വായിച്ചു. വെലങ്ങാട് ഏരിയയിലുള്ളവർ മൊത്തം മെസ്സേജ് വായിച്ചു. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തു, ഈ വസ്തു ചീളിയിലാണല്ലോ ഉരുള് പൊട്ടുന്നത്, അത് ഒന്നിനു പുറകെ ഒരു 3-4 ഉരുളായിട്ട് പൊട്ടി വന്നു. ഇന്നത്തെ ഞങ്ങൾ എന്നാ ചെയ്തു, ഈ നടുക്കത്തെ വീടുകളിലോട്ട് എല്ലാവരും മാറി നിന്നു. എല്ലാവരെയും ഫോൺ വിളിച്ച് ഞങ്ങൾ ഒരു 4-5 കുടുംബങ്ങൾ വീതം ഓരോ വീടുകളിലും നിന്നു. ആരും പുറത്തിറങ്ങരുത്, എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഞങ്ങൾ സുരക്ഷിതരായിട്ട് അതെ, പള്ളീന്റെ ക്യാമ്പിലാണ്. ഈ ക്യാമ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. 10-200 തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? വീട്ടിലോട്ട് താമസിക്കാൻ പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങൾ എങ്ങനെയാ കിടക്കുന്നത്. ഇനിയും മുകളിൽ കല്ലും പാറയും മണ്ണും ഒക്കെ ഉണ്ടല്ലോ, അതെപ്പോഴാ വരുന്ന മഴയാണെങ്കിൽ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എല്ലാവരെയും കൂടെ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ആക്കി തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾക്ക് ഈ ഇടവകയിൽ തന്നെ താമസിക്കണം, എല്ലാവരും ഒന്നിച്ച് താമസിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ദൈവം എന്താണെന്ന് അറിയത്തില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ 4:30 വരെ ഉരുളുപൊട്ടി. ഈ വസ്തു ഉരുളുപൊട്ടി കഴിഞ്ഞാണ് അപ്രവസ്തു തുടങ്ങിയത്. അപ്രവസ്തു ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് ഇത്രയും വീടും കടയും ഗ്രോട്ടോയും വായനശാലയും ആ സാറും എല്ലാം പോയത്. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു? ഈ സെന്റ് അൽഫോൻസ ദേവാലയത്തില് എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയുണ്ട്. ഇപ്പോൾ ഉള്ള അച്ഛൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഇവിടെ ചെല്ലലുണ്ട്. ഈ 40 കുടുംബങ്ങളും പള്ളിയോട് അടുത്തുള്ള കുടുംബങ്ങളാണ്. എല്ലാ വീട്ടിൽ നിന്നും ദിവസവും 6:30 ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരും. പിന്നെ ഒരു അത്ഭുതമായിട്ട് മാതാവാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഈ മെയ് 1-ാം തീയതി തൊട്ട് മെയ് 31-ാം തീയതി വരെ 7 മണി തൊട്ട് 7:30 വരെ മഞ്ഞച്ചിളി മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ഞങ്ങൾ വണക്കവാസം വായിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്തിരുന്ന കുടുംബങ്ങളാണ് ഈ ഗ്രോട്ടോയിന്റെ അടുത്തുള്ള. ആ കുടുംബങ്ങളിലാണ് ഉരുള് പൊട്ടിയിരിക്കുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഒരു അപായവും വരുത്താതെ മാതാവ് ഞങ്ങളെ കാത്തു. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ വേണ്ടി മാതാവ് വേറൊരു അനുഗ്രഹം കാണിച്ച് ആദ്യം ഇടതുവശത്തിലുള്ള ചീളിയിൽ ഉരുള് പൊട്ടിച്ച് എല്ലാവരും എല്ലാവരും സുരക്ഷിതമായിട്ട് വീടുകളിലോട്ട് മാറിയതിന് ശേഷമാണ് വലത് സൈഡിലുള്ള ഉരുള് പൊട്ടിയത്. അത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ് വായനശാല, വീടുകള്, കടകള്, കോഴിഫാം, മാതാവിന്റെ ഗ്രോട്ട എല്ലാ സംഗതിയും പോയത് ഏറ്റവും അവസാനത്തെ ഉരുളിനാണ്. വിശുദ്ധ കുർബാനയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്.